ഡിയർ ചിൽഡ്രൻ, സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ് എന്നുള്ള 6th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിഡിവൽ പീരീഡിലെ മ്യൂസിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ത്രൂ ദി ടെക്സ്റ്റ് ബുക്ക്. അവർ ടോപ്പിക് ഈസ് മ്യൂസിക്. മ്യൂസിക് ഇൻ മിഡിവൽ ഇന്ത്യ. Indian music could captivate the hearts and minds like no other country's music could do. But even after 30 or 40 years, a foreigner still found it difficult to comprehend the subtle nuances of Indian ragas. The above words are of Amir Khusro, the greatest musician of medieval India. മറ്റ് രാജ്യങ്ങളിലെ മ്യൂസിക്കിനേക്കാളും ഹൃദയവും മനസ്സും കീഴടക്കാൻ കഴിയുന്നതാണ് ഇന്ത്യൻ മ്യൂസിക്. ഒരു ഫോറിനർ 30-40 വർഷമെടുത്ത് ഇന്ത്യൻ രാഗാസ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഫേമസ് മ്യൂസിഷ്യനായിട്ടുള്ള അമീർ ഖുസ്രോ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. It was during the medieval period that music was enriched with different forms. Considerable progress was attained by the Carnatic music, the musical style of South India. The famous Carnatic musician of that period was Naik Gopal. A large number of musicians migrated from Deccan to North India during the medieval period. During the same period, a new music style evolved in North India. Due to the influence of Persian music, it came to be known as Hindustani music. Amir Khusro, who lived in the Sultanate period, was one of the famous Hindustani musicians of the Sultanate period. മ്യൂസിക് വളരെയധികം എൻറിച്ച് ചെയ്യപ്പെട്ട സമൃദ്ധമാക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു മിഡിവൽ പീരീഡ്. സൗത്ത് ഇന്ത്യയിലെ മ്യൂസിക് സ്റ്റൈല് കർണാട്ടിക് മ്യൂസിക് ആയിരുന്നു. അക്കാലത്തെ ഫേമസ് കർണാട്ടിക് മ്യൂസിഷ്യനായിരുന്നു നായിക് ഗോപാൽ. മിഡിവൽ പീരീഡിൽ ഡെക്കാണിൽ നിന്ന് ധാരാളം മ്യൂസിഷ്യൻസ് നോർത്ത് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. നോർത്ത് ഇന്ത്യയിൽ പേർഷ്യൻ മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് പുതിയൊരു മ്യൂസിക് സ്റ്റൈൽ രൂപം കൊണ്ടു. ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. മിഡിവൽ പീരീഡിലെ പ്രസിദ്ധരായിട്ടുള്ള ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻസിൽ ഒരാളായിരുന്നു സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമീർ ഖുസ്രോ. Amir Khusro received training in different aspects of Indian music from the Carnatic musician Naik Gopal. The medieval rulers were the patrons of this category of music. New forms of music emerged during this period. The techniques of Persia were experienced in Indian music. The singing styles such as Ghayal and Tumri got popularity. Many musical instruments like sitar, sarangi, tabla, etc. also became popular. ഫേമസ് കർണാട്ടിക് മ്യൂസിഷ്യനായിരുന്ന നായിക് ഗോപാലിൽ നിന്ന് അമീർ ഖുസ്രോ ഇന്ത്യൻ മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു. മ്യൂസിക്കൽ സിംഗിങ് സ്റ്റൈൽസ് ആയിട്ടുള്ള ഖയാൽ, തുമ്രി തുടങ്ങിയ സിംഗിങ് സ്റ്റൈലുകൾക്ക് പ്രചാരം നേടി. സിത്താർ, സാരംഗി, തബല തുടങ്ങിയ പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. Many musical instruments like sitar, sarangi, tabla, etc. also become popular. The special interest of some Sufis in singing also were responsible for this. It was through the Sufi saints that Ghayal and Ghazal became widespread in India. The works on music Ragadarpan was translated into Persian during the regime of Firoz Shah Tughlaq. Emperor Akbar was a greatest lover of music. Abul Fazl stated that 36 musicians were patronized by Akbar. The most famous among them was Tanzan. The Darbar Raga, which enriched the Hindustani music, was his contribution. മിഡിവൽ പീരീഡിൽ ധാരാളം സാൻസ്ക്രിറ്റിലുള്ള കൃതികൾ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിലാണ് രാഗദർപ്പൺ എന്നുള്ള സാൻസ്ക്രിറ്റിലുള്ള ഒരു മ്യൂസിക്കൽ വർക്ക് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ രാഗദർപ്പൺ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. എംപറർ അക്ബർ വാസ് എ ഗ്രേറ്റസ്റ്റ് ലവർ ഓഫ് മ്യൂസിക്. എംപറർ അക്ബർ മ്യൂസിക്കിനെ വളരെ അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ 36 മ്യൂസിഷ്യൻസ് ഉള്ളതായിട്ട് അബുൽ ഫസൽ പറയുന്നുണ്ട്. 36 മ്യൂസിഷ്യൻസ് അക്ബറുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അവരിൽ പ്രധാനിയായിരുന്നു താൻസൻ. താൻസൻ്റെ ദർബാറി രാഗം ഹിന്ദുസ്ഥാനി സംഗീതത്തെ സമ്പന്നമാക്കിയ ദർബാറി രാഗം വളരെ പ്രസിദ്ധമാണ്. The work Sangeeta Ratnagaram, authorized by the Sharngadevan of 13th century, was an important contribution of medieval India to music. The Carnatic music of South India was influenced by the Persian and Arabic music during the Vijayanagara rule. 13th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ശാർങ്ങദേവൻ്റെ സംഗീത രത്നാകരം എന്നുള്ള മ്യൂസിക്കൽ വർക്ക് മിഡിവൽ ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്.
വിജയനഗര റൂളേഴ്സിൻ്റെ കാലഘട്ടത്തിൽ പേർഷ്യൻ അറബിക് മ്യൂസിക് സൗത്ത് ഇന്ത്യയിലെ കർണാട്ടിക് മ്യൂസിക്കിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. മിഡിവൽ പീരീഡിലെ മ്യൂസിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യൻ മ്യൂസിക്കിലെ ഏറ്റവും മഹത്തായ ഒരു കാലഘട്ടമായിട്ടാണ് മിഡിവൽ പീരീഡിനെ കണക്കാക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്